ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഓഖി, തൗട്ടെ, അംഫാൻ അങ്ങനെ ഓരോരോ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഒരു ചുഴലിക്കാറ്റ് വരുന്നു, അതിന് പേരിടുന്നു. അതെങ്ങനെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം അതെങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ചുഴലിക്കാറ്റുകൾക്ക് വെറുതെ അങ്ങനെ ഒരു പേരിടുകയല്ല ചെയ്യുന്നത്. അതിന് കൃത്യമായിട്ടുള്ളൊരു രീതിയുണ്ട്. ലോക കാലാവസ്ഥാ സംഘടന, അതായത് വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷനും അതുപോലെ തന്നെ യുണൈറ്റഡ് നാഷൻസ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് പസഫിക്, ഇത് രണ്ടും ചേർന്നിട്ടാണ് 2000 മുതലാണ് ഇങ്ങനെ ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്ന ഒരു രീതി തുടങ്ങിയിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് പേരിടുന്നതെന്നറിയോ? അതായത് ശാസ്ത്രീയമായിട്ടുള്ള നമ്പറുകൾ, സയൻറ്റിഫിക് നമ്പറുകളെ ഉപയോഗിക്കുന്നതിനേക്കാളും ആളുകൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനും അതുപോലെ തന്നെ ആശയവിനിമയം നടത്താനുമൊക്കെ ഇത്തരം പേരുകൾ സഹായിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്ന ദ നോർത്ത് ഇന്ത്യൻ ഓഷ്യൻ, അവിടെ ആരാണ് പേരിടുന്നത് നമുക്ക് നോക്കാം. അവിടെ ഇന്ത്യ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നുണ്ട്. ഇന്ത്യയുടെ കാലാവസ്ഥാ വകുപ്പാണ് നമ്മുടെ ഭാഗത്തെന്ന് പറയുന്നത് ദ നോർത്ത് ഇന്ത്യൻ ഓഷ്യൻ, അവിടെ ആ ഭാഗത്ത് പേരിടുന്നത്. ഇന്ത്യയെ കൂടാതെ ബംഗ്ലാദേശ്, മാലിദ്വീപ്, മ്യാൻമാർ, ഒമാൻ, പാകിസ്ഥാൻ, ശ്രീലങ്ക, തായ്ലൻഡ്, ഇറാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE, യമൻ എന്നീ രാജ്യങ്ങളും ഈ ഒരു കൂട്ടായ്മയിലുണ്ട്. ഓരോ രാജ്യവും എന്ത് ചെയ്യും? പേരുകളുടെ പട്ടിക മുൻകൂട്ടി നൽകും. ഓരോ തവണ കാറ്റുണ്ടാകുമ്പോഴും അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് ഉത്ഭവിക്കുമ്പോൾ ഈ പട്ടികയിൽ നിന്നും ക്രമപ്രകാരം പേരുകൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ ഉപയോഗിച്ച പേര് വീണ്ടും ഉപയോഗിക്കാറില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ ചുഴലിക്കാറ്റുകൾ ബാധിക്കുന്നത് എന്ന് നോക്കാം. ഇന്ത്യക്ക് വലിയൊരു തീരപ്രദേശമാണുള്ളത്. ബംഗാൾ ഉൾക്കടലും അതുപോലെ തന്നെ അറബിക്കടലുമാണ് നമ്മുടെ രണ്ട് സൈഡിലും. കിഴക്ക് പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറും. കിഴക്ക് പടിഞ്ഞാറ് ബേ ഓഫ് ബംഗാളും തെക്ക് പടിഞ്ഞാറ് അറേബ്യൻ സീയും. നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന എല്ലാ കാറ്റുകളും എന്തല്ല? ചുഴലിക്കാറ്റോ കൊടുങ്കാറ്റോ അല്ല. പിന്നെയോ കാറ്റിൻ്റെ വേഗത അനുസരിച്ച് അവയുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ 5 കാറ്റഗറികളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, 62 കിലോമീറ്റർ മുതൽ 87 കിലോമീറ്റർ സ്പീഡിൽ വരെ ഉണ്ടാകുന്ന കാറ്റുകൾ മിനിമൽ ഡാമേജേ അതുണ്ടാക്കുന്നുള്ളൂ. അതായത് കുറഞ്ഞ നാശനഷ്ടങ്ങൾ മാത്രമാണ് അതുണ്ടാക്കുന്നത്. അതാണ് കാറ്റഗറി 1 എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് 88 മുതൽ 117 കിലോമീറ്റർ പെർ ഹവർ. ആ സ്പീഡിൽ ഉണ്ടാകുന്ന കാറ്റുകൾ മിതമായ നാശനഷ്ടങ്ങൾ, മോഡറേറ്റ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കുന്നുള്ളൂ. ഇതാണ് സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി 118 മുതൽ 167, 118 ടു 167 കിലോമീറ്റർ പെർ അവർ. ഈ സ്പീഡിൽ ഉണ്ടാകുന്ന കാറ്റുകൾ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, എക്സ്റ്റെൻസീവ് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് കാറ്റഗറി 3. നെക്സ്റ്റ് 168 ടു 221, 168 മുതൽ 221 കിലോമീറ്റർ പെർ അവർ. ഈ സ്പീഡിൽ ഉണ്ടാകുന്ന കാറ്റുകളാണ് അതിശക്തമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, എക്സ്ട്രീം ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് മരങ്ങൾ കടപുഴകുക, വീടുകൾക്ക് വലിയ വലിയ കേടുപാടുകൾ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ കാറ്റാണ് 168 മുതൽ 221 കിലോമീറ്റർ പെർ ഹവർ. ഈ ഒരു സ്പീഡിൽ ഉണ്ടാകുന്ന കാറ്റുകളെയാണ് കാറ്റഗറി 4ൽ ഉൾപ്പെടുന്നത്, കാറ്റഗറി 4ൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് 5ാമത്തെ കാറ്റഗറിയാണ് ലാസ്റ്റ് കാറ്റഗറി. 222 കിലോമീറ്റർ പെർ ഹവറിന് മുകളിൽ ഉണ്ടാകുന്ന കാറ്റുകൾ. ഇത് കനത്ത നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്, ഇത് സർവനാശത്തിന് കാരണമാകുന്നുണ്ട്. ഇതാണ് 5ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ചരിത്രത്തിലെ കടുത്ത കാറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇന്ത്യയിൽ നടന്നിട്ടുള്ളതാണ് പറയുന്നത്. 1970 ഭോല ചുഴലിക്കാറ്റ്, 1999 ഒഡീഷയിലെ സൂപ്പർ സൈക്ലോണും ചരിത്രത്തിലെ തന്നെ ഭീകരമായിട്ടുള്ള കാറ്റുകളായിരുന്നു. അടുത്ത കാലത്ത് കേരളത്തെ ബാധിച്ച ഏറ്റവും വലിയ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത്
ഓഖി ആയിരുന്നു 2017. അതെല്ലാവർക്കും ഓർമ്മയുണ്ട് എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ 2021 ഒരു കാറ്റുണ്ട്. അതിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ കമന്റിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം പ്രകൃതിക്ഷോഭങ്ങളെ നമുക്ക് ഒരിക്കലും തടുക്കാൻ കഴിയില്ല. കാരണം അതെങ്ങനെ ഉണ്ടാകുന്നതാണ്? നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്നതാണ്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുന്നതിലൂടെയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം? വലിയ വലിയ അപകടങ്ങൾ തടയാൻ സാധിക്കും. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നത്.